പെരുമ്പിള്ളിച്ചിറ മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ മജ്ലിസുന്നൂർ വാർഷിക സമ്മേളനം. കോഴിക്കോട് ഖാദി മുഹമ്മദ് കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ജമാഅത്ത് പ്രസിഡന്റ് സുലൈമാൻ വെട്ടിക്കൽ അധ്യക്ഷനായി. പെരുമ്പിള്ളിച്ചിറ മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്നുവരുന്ന പ്രതിമാസ മജ്ലിസുന്നൂർ ആത്മീയ സദസ്സിന്റെ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് സുലൈമാൻ വെട്ടിക്കലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. മജ്ലിസുന്നൂർ സംസ്ഥാന അമീറും കോഴിക്കോട് ഖാദിയുമായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി. പക്ഷേ നമ്മുടെ കരുത്ത് അത് ഇല്ലാതെ പോയതിൻ്റെ കാരണമായി അതൊക്കെ ഒരു നന്മയുടെ കൂട്ടത്തിൽ പെടാതെ പോകുന്നു എന്നുള്ളതാണ്. വീട്ടിൽ നാം എത്രമാത്രം നന്മകൾ കുടുംബത്തിന് ചെയ്യുന്നവരുണ്ട്, സ്വയമായി എത്രമാത്രം നന്മകൾ നാം ചെയ്യുന്നവരാണ്. എന്തിനേറെ നാം പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥന കൊണ്ടാണ് എഴുന്നേൽക്കാറുള്ളത്. എഴുന്നേറ്റ് ഉടനെ തന്നെ ബാത്റൂമിലേക്ക് പോകുന്നു, നമ്മളെ പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നു. അതിലൊക്കെ തന്നെ നമുക്ക് പ്രതിഫലങ്ങൾ ധാരാളമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഉടൻ തന്നെ ഒരു പ്രാർത്ഥന ഉണ്ട്. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദ മാ അമാതനി. അള്ളാഹു നമുക്ക് ഒരു പുനർജന്മം നൽകിയിരിക്കുകയാണ്. ഇതുവരെ ഒരു മരണമായിരുന്നു, ഒരു ചെറിയ മരണം. എത്ര സൈലന്റ് അറ്റാക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. സംസ്ഥാന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ഏർപ്പെടുത്തുന്ന ഡോക്ടർ അർജുൻ സിംഗ് പുരസ്കാര ജേതാവ് അൽ-അസർ ഗ്രൂപ്പ് ചെയർമാൻ മൂസ ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു. തൊടുപുഴ മേഖലയിലെ മഹല്ലുകളിലെ ഇമാമുമാരായ സമീർ ഹുദവി, കെ ഇ മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുൽ കബീർ, റഷാദി മാർത്തോമ, ജലീൽ ഫൈസി, റഫീഖ് ബാഖവി, ഷാജഹാൻ മൗലവി, അബ്ദുൽ ലത്തീഫ് ബാഖവി, ബഷീർ ബാഖവി, അനസ് അൽ-ഹാദി, അബ്ദുൽ റഹ്മാൻ സഅദി, സെയ്ദ് മുഹമ്മദ് ഫൈസി എന്നിവർ പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുത്തു. ജമായത്ത് സെക്രട്ടറി CS ഷമീർ നന്ദി പറഞ്ഞു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.